ഇന്നലെ രാത്രി ഒരു 8:30-9 ആകുന്ന ടൈമിൽ എൻ്റെ ഫീൽഡിൽ ആദ്യമായിട്ടൊരു ഫസ്റ്റായിട്ട് ഇങ്ങനെ കോക്കനട്ട് ഐസ്ക്രീമിൻ്റെ റീൽ വന്നു. അതിന് ശേഷം ഞാൻ സെർച്ച് ചെയ്ത് നോക്കി അതെന്താണെന്നുള്ളത്. പിന്നീട് അതന്നെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ എനിക്കത് കണ്ടപ്പോൾ കഴിക്കണമെന്നും തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ രാത്രി ഇനി ഒരു തേങ്ങ എടുത്ത് അത് മുറിച്ചു. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഇതിങ്ങനെ എടുത്തത്. എനിക്കിതെടുക്കാൻ അറിയില്ലായിരുന്നു. കഷ്ടപ്പെട്ട് ഞാൻ എടുത്തെൻ്റെ കൈയൊക്കെ റെഡ് കളറായി. അങ്ങനെ അതെടുത്ത് അതിനെ വീണ്ടും കുഞ്ഞു കുഞ്ഞു പീസാക്കി മുറിച്ച് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ആ കോക്കനട്ട് മിൽക്ക് എടുക്കണം. ഇവർ വെള്ളമൊന്നും ചേർക്കാതെയാണ് എടുത്തത്, പക്ഷേ എനിക്ക് വെള്ളം ചേർത്തിട്ടാണ് വന്നത്. അങ്ങനെ ഞാൻ ആ കോക്കനട്ട് മിൽക്ക് എടുത്തിട്ട് ഏതെങ്കിലും പഴം ബനാന ഇട്ടിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ കണ്ട വീഡിയോയിൽ അവർ യൂസ് ചെയ്തത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ അതിന് ഞാൻ ആ ചേച്ചി മുറിച്ച് ആ മിക്സിയിലിട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് വാനില എസൻസ് ആ ഒരു ഫ്ലേവറിനും ദെൻ ഷുഗറും പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഈ കാഷ്യും ബദാമൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളതിനെ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ കണ്ട വീഡിയോയിൽ അവർ ബ്ലെൻഡ് ചെയ്തപ്പോൾ ഒരു കോഫി കളറാണ് അവർക്ക് വന്നത്, പക്ഷേ എനിക്ക് വന്നത് നല്ലൊരു യെല്ലോ കളറായിരുന്നു. എന്നിട്ട് അവർ ആ തേങ്ങൻ്റെ ആ ചിരട്ടയിൽ തന്നെയായിരുന്നു ഇട്ടിട്ട് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വീട്ടിലെ ആൾക്കാർ കൂടുതലാണ്, അതങ്ങനെ വെച്ചാൽ മുതലാവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പോപ്സിക്കിളിൽ വെച്ചു. എന്നിട്ട് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് എനിക്ക് ആ ക്ഷമയില്ലാതെ ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് കൂടുതലും ബനാനേൻ്റെ ഫ്ലേവറായിരുന്നു. ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ എനിക്ക് കിട്ടിയില്ല. അപ്പം കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.